ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്യൂയിങ് വിത്ത് പ്രഭ. ഈ വീഡിയോയിൽ സിമ്പിളായിട്ട് എങ്ങനെ ആരി വർക്ക് ചെയ്യാം എന്ന് നോക്കാം. ബീഡ്സ് മാത്രം വെച്ചിട്ട് എങ്ങനെ സ്റ്റോണും ഒന്നുമില്ലാണ്ട് ഹാൻഡ് വർക്ക്, ത്രെഡ് വർക്ക് ഒന്നുമില്ലാണ്ട് എങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഒരു നെക്ക് ലൈൻ സാരി ത്രെഡ് വെച്ചിട്ട് ബേസ് ഒരു 3 ലൈൻ വെച്ചിട്ട് ബേസ് കൊടുത്തിട്ട് അതിന് ശേഷം ഷുഗർ ബീഡാണ് നമ്മൾ ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഷുഗർ ബീഡ് വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 ബീഡ് വെച്ചിട്ട് മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരാവൂ. ഒരു ബീഡായാലും ഓക്കെയാണ്, പക്ഷെ 2ൽ കൂടുതലാവുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഫ്രെയിം നൂറുമ്പോൾ ലൂസ് വരാനും സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, റൗണ്ട് 3 mm റൗണ്ട് ബീഡ് വെച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ലൈന് കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഷുഗർ ബീഡ് തയ്ക്കുന്ന പോലെ ഒരിക്കലും 3 mm ബീഡ് വെച്ചിട്ട് നിങ്ങൾ 2 ബീഡ് വെച്ച് തയ്ക്കാൻ പാടില്ല. എപ്പോഴും ചെയ്യേണ്ടത് കുറച്ച് 2 mm മുകളിലുള്ള ബീഡ് വയ്ക്കുമ്പോൾ ഒരു ബീഡ് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് വരണം. 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ആ വി ഷേപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 mm 2 ബീഡും 2 mm റൗണ്ട് ബീഡും വെച്ചിട്ടാണ് നമ്മൾ ആ വി ഷേപ്പ് കൊടുത്തുകൊണ്ട് വരുന്നത്. അത് ഫുള്ള് ലൈനായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. കറക്റ്റ് ആ വി ഷേപ്പ് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരണം. ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എല്ലാം 1/2 ഇഞ്ചിൽ തന്നെ കറക്റ്റായിട്ട് വരുന്ന പോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. കറക്റ്റ് ആ 1/2 ഇഞ്ചിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് എത്രയാണോ 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ എത്രത്തോളം ഷാർപ്നെസ് വേണോ അത്രത്തോളം നമ്മൾ ആ ഒരു ഇതിൽ നമ്മളൊരു ഐഡിയയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ മാർക്ക് ചെയ്യാൻ. 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാർക്ക് ചെയ്ത് മെഷർമെൻറ്റ് ടേപ്പിൽ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ വി ഷേപ്പ് ട്രയാങ്കിൾ ഷേപ്പ് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ കൊടുക്കുമ്പോഴും 2 ബീഡ് കഴിഞ്ഞിട്ട് ഒരു സ്റ്റിച്ച്, അത് കഴിഞ്ഞിട്ട് 2 mm റൗണ്ട് ബീഡിന് ഒരു സ്റ്റിച്ച്, അങ്ങനെ വേണം നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാൻ. അതിന് ശേഷം നമ്മൾ ഗ്ലാസ് ബീഡ്, ഗ്രീൻ കളർ സാരിക്ക് മേച്ചായിട്ടുള്ള ഗ്ലാസ് റൗണ്ട് ബീഡ് ഒരു 3 mm ബീഡും 2 mm റൗണ്ട് ബീഡും വെച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ലൈൻ ആ വി ഷേപ്പിന് അകത്ത് വരുന്ന രീതിയിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ആ ആർച്ച് ഷേപ്പിൽ ആ ട്രയാങ്കിളിൻ്റെ ഷാർപ്പ് എൻഡിലേക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗോൾഡൻ ബീഡ് വെച്ചിട്ട് അതേപോലെ തന്നെ 2 mm ബീഡ് വെച്ചിട്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫ്രണ്ട് നെക്കിൽ എങ്ങനെയാണ് ഞാനത് സ്റ്റിച്ച് ചെയ്തതെന്ന് കുറച്ചും കൂടെ ഡീപ്പായിട്ട് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോയിൽ കാണാം. നമുക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് കാണാം. ഫസ്റ്റ് വീഡിയോ എടുത്തത് അത്ര ക്ലിയർ ആയിരുന്നില്ല, എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, അതിൻ്റേതായ മിസ്റ്റേക്ക് ഉണ്ട്, വോയിസിലും മിസ്റ്റേക്ക് വരാം. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് നമുക്കറിയില്ലല്ലോ, ഫസ്റ്റ് വീഡിയോ അല്ലേ, അപ്പോൾ ക്ഷമിക്കുക. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വ്യൂ ഇങ്ങനെയാണ് വരിക. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സ്ലീവിൻ്റെ തനിയെ വീഡിയോ വരുന്നതായിരിക്കും. താങ്ക്